ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഇന്നൊരു ഇന്ത്യൻ സാമ്പിൾ വെച്ചൊരു സാധനം പിടിക്കാൻ പോവാണ്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നുള്ളത് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് BP 120 ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ഇട്ട് നോക്കാം. അതിന് നമുക്ക് കശ്മീരിൻ്റെ പാക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഒരു ഫ്ലൂട്ടിൻ്റെ ഒരു സാമ്പിൾ നോക്കാം. യെസ്, നോക്ക്. അപ്പോൾ ഏബിൾട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പിടിച്ചിട്ട് നമുക്കൊരു മിഡിക്കകത്തോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ സാമ്പിൾ ചെയ്ത് ഡയറക്റ്റ് സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് വെട്ടിയെടുക്കുകയോ ഇല്ല വേറെ പരിപാടിയൊന്നും വേണ്ട. നമുക്ക് കീബോർഡിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് ഈ കാണുന്ന പോലെ നമുക്ക് സാമ്പിൾ ചെയ്യാം. സിമ്പിളാണ്. ഒന്നെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് കയറ്റി വിടാം, അല്ലെങ്കിൽ ഒരു മിഡി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നേരെ അതിനകത്തോട്ട് കയറ്റി വിടാം. സോ സ്ലൈസ് ബൈ ബീറ്റ് നമ്മൾ കൊടുത്തു. യെസ്. സോ നമുക്കൊരു MT മിഡി ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്ത് നേരെ അത് കയറ്റി വിടാം. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് വരും. നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇടാം. അവസാനം നമുക്കൊരു മാറ്റമുണ്ട്. യെസ്, കയറ്റിയിടാം. ഓക്കെ, നമുക്കിതിനെ ഫ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നൈസായിട്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ പിച്ചൊന്ന് അങ്ങോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് പിച്ച് നമുക്കപ്പോൾ നമ്മൾ ആക്ച്വലി പിച്ചൊന്ന് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമുക്ക് വേറൊരു സൗണ്ട് കൂടെ അതിൻ്റെ അതോട് കയറ്റണം. ഗിറ്റാർ കയറ്റാം. നമ്മൾ ആക്ച്വലി ആ സാമ്പിളിൽ നമ്മളൊരു മൂന്ന് സെമിറ്റോൺസ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. സോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, നമ്മളത് വീണ്ടും മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ഇടാം. അടുത്തത് കയറ്റിയിടാം. അടുത്ത് നമുക്കൊരു ഫ്ലൂട്ട് ഒരെണ്ണം കയറ്റിയിടാനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഫ്ലൂട്ട് തന്നെ വേറെ വൺ ഷോട്ട് ഇട്ടിട്ട് നമുക്ക് അത് കയറ്റിയിടാം. ഫ്ലൂട്ട് തന്നെ കയറ്റിയിടാം. നമുക്കൊന്ന് കറക്റ്റ് സ്കെയിലിട്ട് കൊടുക്കാം. മനസ്സിൽ ഋതമുണ്ട്. നമ്മൾ ആ ഋതത്തിൽ പിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഒരെണ്ണം കൂടെ കൊടുക്കുക. ഓക്കെ, നമുക്കിതിനെ നമുക്കൊന്ന് കുറച്ച് റോൾസ് പോലെ കൊടുത്തു നോക്കാം. നമുക്ക് അതിലും ചെറുതാക്കണം.
ഓക്കെ, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വലിച്ചിട്ടാൽ മതി. യെസ്, നമുക്ക് ആ ഒരു വെലോസിറ്റിയും കൂടെ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ഈ സാധനം കയറിപ്പോകുന്നൊരു സുഖം ഉണ്ടാവും. ആ ഒരു സാധനം കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വെലോസിറ്റി ഓരോ നോട്ടിൻ്റെ. ഓക്കെ, നമുക്ക് അത് താത്തിയിടാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു സൗണ്ട് കൂടെ കയറ്റിയിടാം. സാക്സഫോൺ ഇടാം. സാക്സഫോൺ ആണ്. ജസ്റ്റ് ഒരു നോട്ട്സ് രണ്ടെണ്ണം നമ്മൾ കൊടുക്കുന്നുള്ളൂ. റിപ്പീറ്റഡ് നോട്ട്സ് അങ്ങനെ കയറി പോവാണ്. യെസ്, ഓക്കെ. നമുക്കിനി ഹൈഹാറ്റ് ഇടാം. ഹൈഹാറ്റ് നല്ലൊരു ഗ്രൂവ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബീറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ വീഡിയോയുടെ പേരെടുത്ത് എനിക്ക് DM ചെയ്യുക. ഈ ബീറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ്. പിന്നെ നിങ്ങൾ മിക്സർ മാസ്റ്റർ വേണ്ടി നിങ്ങൾ ആളെ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എന്നെ തന്നെ വന്നിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മിക്സ് ആൻഡ് മാസ്റ്ററും ചെയ്ത് നമുക്ക് പാട്ടുകൾ ഇറക്കി വിടാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. സാമ്പിളിൽ കയറിപ്പോകുന്ന രീതിയിൽ വേണം നമ്മളിപ്പോൾ ഹൈഹാറ്റ് കൊടുക്കേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. കൊടുക്കാം. ഇനി ക്ലാപ്പാണ്. സിമ്പിൾ നോർമൽ ക്ലാപ്സ്. അപ്പം നമുക്കൊരു കൗണ്ടർ സ്നെയർ കൂടെ കൊടുക്കണം. കൗണ്ടർ സ്നെയറും കൂടെ കൊടുക്കണം. കറക്റ്റ് ഒരു ബൗൺസ് നമുക്ക് കറക്റ്റ് ബൗൺസറിന് കൊടുക്കണം നമുക്ക്. മേ ബി നമ്മൾ ആ റോൾസ് നമ്മൾ വീണ്ടും ചിലപ്പോൾ സെറ്റ് ചെയ്യും കുറച്ചും കൂടെ. ചിലപ്പോൾ എന്തായാലും നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത് നമുക്കൊരു ഓപ്പൺ ഹൈഹാറ്റ് കൊടുക്കാം. യെസ്, നമുക്ക് നൈസായിട്ട് കയറ്റിയിടാം.
അടുത്ത് ഇടാം. അടുത്ത് നമുക്കൊരു പെർക്കഷൻ, നമുക്കൊരു സൗണ്ട് കേട്ടിടാം. ഓക്കെ, ട്രയാങ്കിൾ പെർക്കഷൻ ഇടാം. ഓക്കെ ഓക്കെ. സോ അതൊരു ബൗൺസ് നമ്മൾ കൊടുത്തു വിടുന്ന ഒരു ഗെയിമാണ്. അടുത്ത വീഡിയോ നമുക്ക് വേറെ പെർക്കഷൻ കൂടെ നമുക്ക് ഇടാം. നമുക്ക് ഈ സ്നെയർ റോൾ ഒന്ന് സെറ്റ് ചെയ്ത് വിടാം. Alright. അതിന് സാറിന് കൊടുക്കാത്തൊരു ഋതം പിടിക്കണം, അതാണ് പ്ലാൻ. സോ നമുക്ക് അടുത്ത പെർക്കഷൻ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇത് കിക്ക് കൊടുത്തിട്ട് പെർക്കഷൻ കൊടുക്കാൻ തോന്നുന്നു. സോ അതായിരിക്കും എനിക്ക് പെട്ടെന്ന് കിക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ. എന്നിട്ട് മറ്റേത് കൊടുക്കാൻ തോന്നുന്നു. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നേരെ ഇടാം. സ്നെയർ നമുക്ക് നൈസായിട്ട് കയറ്റി ഒന്ന് എന്താണ് അതിൻ്റെ ഒരു സ്കെയിൽ നമുക്ക് കയറ്റിയിടാം. സ്നെയർ റോളിൻ്റെ സ്കെയിൽ നമുക്ക് കയറ്റിയിടാം. ബെറ്റർ. ഓക്കെ, പെർക്കഷനായിട്ട് നമ്മൾ ഇവിടെ കൂടെ കൊടുക്കാം. Nice. Alright, 808. അത് നമ്മൾ കിക്കിൻ്റെ ടൈമിങ്ങിലെല്ലാം നമ്മൾ 808 കൊടുക്കുന്നു. സോ നമ്മൾ മുമ്പ് ഈ പറയുന്ന നമ്മുടെ പെർക്കഷൻ നമ്മൾ അന്നേരം കൊടുത്തതെന്നു വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് കിക്കിന് ശേഷം കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിക്കിൻ്റെ ഒരു കറക്റ്റ് ഒരു പ്ലേസ്മെൻറ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഗ്രൂവ് പോകാതെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർക്കഷൻ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ നമ്മൾ 808 കൊടുത്ത് ഇനി നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്ലേസ്മെൻറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ എങ്ങനെയാണെന്ന് നോക്കാം. ഓൾറൈറ്റ്, ഇവിടെ ഒരു സ്ലൈഡ്സ് കൊടുക്കാം. സോ ഇവിടെ ഞാൻ ഒരു ചെറിയൊരു പരിപാടി ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ സ്കെയിൽ അറിയാൻ വേണ്ടി ട്യൂണർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏബിൾട്ടറിന് സ്വന്തം സാധനമാണ്. അത് നോക്കിയിട്ട് നമ്മൾ 808-ന് നമ്മൾ കറക്റ്റ് എടുത്ത് വലിച്ചിട്ടു.
ഇവിടെ കൊണ്ട് ഒരെണ്ണം കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫുൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി ഫുള്ളൊന്ന് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് നമുക്കൊന്ന് പരിപാടി സെറ്റ് ചെയ്തെടുക്കണം. എടുത്തിട്ട് ഈ ബീറ്റ് ഫുള്ള് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. മെയിൻ സാധനം നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഒക്ടേവ് നമ്മൾ താത്തിയിട്ടുണ്ട്, വേറൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതാണ് നമ്മളൊരു ചെറിയ വ്യത്യാസം ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നമ്മൾ മെയിൻ സാമ്പിൾ എടുത്തിട്ട് ഈ ഫുൾ ബീറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. Intro. Let's go. Yeah. Okay. Where's your door? Oh yeah, let's go. അപ്പോൾ നമ്മൾ അവിടെ ആക്ച്വലി ഈ പറയുന്ന ഒരു ടൈമിങ്ങിൽ അവിടെ നമ്മൾ സാമ്പിളിൻ്റെ ഒക്ടേവ് നമ്മൾ താത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറ്റി കൊടുത്തു, വീണ്ടും ഇറക്കി, ഒക്ടേവ് വീണ്ടും താത്തു. Let's go. ഓക്കെ, നമ്മൾ ബ്രിഡ്ജ് കയറി ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. നേരെ ഹുക്ക് കയറാൻ പോവാണ്. അടുത്ത വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മളവിടെ എന്താണ് കയറ്റി ഇറങ്ങി കൊടുത്തേക്കാണ്. അത് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. നമ്മളവിടെ താത്തി കൊടുത്തു. ബ്രിഡ്ജ് കയറാൻ പോവാണ്. Let's go. Hey, 3, 2, 1, hook. Outro. 3, 2, 1, go. Let's go. Yeah, let's go. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.